നാട്ടിൽ നിന്ന് വെക്കേഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷമുള്ള എൻ്റെ സ്ഥിരമായ യാത്ര എന്ന് പറയുന്നത് എസ്സുവിൻ്റെ ഡേ കെയറിലോട്ടാണ്. അവളെ അങ്ങോട്ട് രാവിലെ കൊണ്ടുവന്നാക്കണം, തിരിച്ച് കൊണ്ടുവരാനായിട്ട് ചെല്ലണം. അപ്പോൾ കൊണ്ടുവരാൻ പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അതിന് മുൻപുള്ള ചെറിയൊരു ഒരുക്കപ്പാടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ലിപ്സ്റ്റിക് മാത്രമേ ഇടാറുള്ളൂ. അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ കണ്ണിൻ്റെ മിണ്ടയിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് പിരികം നല്ലപോലെ ഇങ്ങനെ ഈരി കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു ചീർപ്പ് എടുത്ത് മുടി ഇരി കെട്ടുക. മുടി പിന്നെ എങ്ങനെ ഇരി കെട്ടിയാലും ഒരു കാര്യമില്ല, ഞാൻ കെട്ടിപ്പൂട്ടി വെച്ച് തൊപ്പി വെച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. കാരണം ഭയങ്കര തണുപ്പാണ്, തണുപ്പ് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഈ ഇരിക്കുന്ന കുട്ടീനെ എല്ലാ ആടയാഭരണങ്ങളും അണിയിച്ചുകൊണ്ട് നമ്മൾ ആദ്യം പോയത് CNA എന്ന് പറഞ്ഞൊരു തുണിക്കടയുണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ പഴയ വസ്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ചെറിയ കവറായിക്കോട്ടെ വലിയ കവറായിക്കോട്ടെ, നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10% ഒരു ഡിസ്കൗണ്ടിൻ്റെ ഒരു കൂപ്പൺ കാർഡ് കിട്ടും. അത് കൊടുത്ത് ഞാൻ വീണ്ടും അവിടുന്ന് വസ്ത്രങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ യസുവിനെയും ഡേ കെയറിൽ നിന്ന് എടുത്ത് തിരിച്ചു പോണ വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഭംഗിയില്ലാത്ത കാഴ്ചകളാണ്. കാരണം ഇലയുമൊന്നും ചെടിയുമൊന്നും ഒരു ഇല പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി പനീർ ഉണ്ടാക്കി. പനീർ ബാക്കിയുള്ളത് ഫ്രീസറിലെടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് സാലഡ്, പനീർ സാലഡും പിന്നെ പനീർ പാസ്തയുമാണ് ഇവർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വൈകുന്നേരമാണ് ഇന്നത്തെ വ്ളോഗിലൂടെ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.